പ്രിയ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാലം 4-ാം ഞായറാഴ്ചയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കൈത്താക്കാലം നമ്മെ അനുസ്മരിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിലേക്ക് വളരുന്നവരാണ്. അല്ലാതെ ചില പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരാകരുത്. ഈ ദൈവത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ പല ഘടകങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രമാണങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനമേതെന്ന് ചോദിച്ചാൽ അത് ദൈവപ്രമാണമാണ്. കാരണം അത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായൻ്റെയും ആബേലിൻ്റെയും കഥ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ബലി സമർപ്പണം. കായൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നില്ല, ആബേലിൻ്റെ ഇത് സ്വീകരിക്കുന്നു. കാരണം കായൻ ഏറ്റവും മോശമായത്, എന്തിനു വേണ്ടി ഞാൻ ദൈവത്തിന് ഈ സാധനം കത്തിച്ച് കളയണം അല്ലെങ്കിൽ ബലിയർപ്പിക്കണം, ദൈവത്തിന് അതുകൊണ്ട് ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. ആബേൽ നേരെ മറിച്ച് ദൈവത്തിന് കൊടുക്കുന്നത് ദൈവ സമർപ്പണമാണ്, അത് ഏറ്റവും നല്ലതായിരിക്കണം എന്നുള്ള നിലയിൽ ആബേൽ ചെയ്യുന്നു. ആബേലിന് അവിടെ സമർപ്പണമുണ്ട്, അത് ദൈവത്തിലേക്കുള്ള ചേർന്ന് നിൽക്കലായിട്ട് മാറുകയാണ്. കായൻ്റേതിൽ സമർപ്പണമില്ല, ആ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കലോ ഇല്ല. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവരാണ്. ഞായറാഴ്ചയായിരിക്കാം, ഇടദിവസങ്ങളായിരിക്കാം. പലരുടെയും മനോഭാവം വ്യത്യസ്തമാണ്. ചിലരൊക്കെ പള്ളിയിലേക്ക് വരുന്ന ആചാരം അനുഷ്ഠിക്കാൻ വേണ്ടി എല്ലാവരും പോകുന്നു, ഞാനും പോയേക്കാം, എവിടെയെങ്കിലും ചെറിഞ്ഞുകൂടി ഇരുന്നു, ആ കുർബാന കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോരുന്നു. അവിടെ ഒരു ആചാരമുണ്ട്, സമർപ്പണമില്ല, ദൈവത്തിലേക്കുള്ള വളർച്ചയില്ല. അതേസമയം പള്ളിയിൽ ഭക്തിയോടുകൂടി എന്താണ് വിശുദ്ധ കുർബാന, ഈശോ എഴുന്നള്ളി വരുന്ന ഒരു ഘടകമാണ്, നമ്മെ ഈശോയിലേക്ക് ഉയർത്തുന്ന സംരംഭമാണ്, അവിടുന്ന് രക്തവും മാംസവും നമുക്ക് വേണ്ടി തരുന്ന ഏറ്റവും വലിയ ബലിയാണ് എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ആ ബലിയിൽ സംബന്ധിക്കുമ്പോൾ അത് ദൈവത്തോട് ചേർന്ന് നിൽക്കലാണ്, ദൈവത്തിൻ്റെ പ്രമാണം പാലിക്കലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ശൈലിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. നിയമാവർത്തനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടുന്ന് പ്രമാണങ്ങൾ നമുക്ക് നൽകുകയാണ്, എന്നിട്ട് പറയുന്നു, നിങ്ങൾ പ്രമാണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ്. ചില പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ കടമ വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ച് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി അവരെ സംരക്ഷിക്കാതെ നീക്കുന്നു. അതേസമയം അവർ പള്ളിയിൽ പോകുന്നു, ബാക്കി കർമാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. അവരുടെ ജീവിതത്തിന് എന്ത് പ്രാധാന്യമുണ്ട്? ആ കർമാനുഷ്ഠാനങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുമോ? കാരണം അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ലാത്തത്, ദൈവത്തിലേക്ക് വളരാൻ അവസരം കൊടുക്കാത്തത്. ഇനിയും ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ആ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം തന്നെയാണ് പ്രധാനമായിട്ട് ഊന്നിപ്പറയുന്നത്. വെറും അധരസേവ നടന്നവരാകാൻ പാടില്ല എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ തിരുവചനമായ കൊറിന്ത്യർക്കാട്ടിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള കർത്താവിൻ്റെ ഒരു പ്രബോധനമാണിത് കാണാൻ കഴിയുക. ഇന്നത്തെ വേറെ തിരുവചനമാണ് ഐസയാസിൻ്റെ 9-ാം അധ്യായം. അവിടേക്ക് വരുമ്പോൾ ഐസയാസ് പ്രവാചകനെ അനുസ്മരിപ്പിക്കുന്നത്, ഏതെങ്കിലും വിഗ്രഹാരാധനയിലോ തെറ്റുകളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക, തിരിച്ചു വന്ന് ദൈവത്തിലേക്ക് ചേരുക. അതാണ്. ഇനി എന്താണ് വിഗ്രഹം? മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കി വെച്ചൊരു രൂപമാണോ? അല്ല, അതൊരു വിഗ്രഹമായിരിക്കാം. പക്ഷെ അതിനേക്കാൾ വലിയ വിഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. എൻ്റെ സ്വാർത്ഥതയാകാം, എൻ്റെ ധനമോഹമാകാം, എൻ്റെ ലൈംഗികതയാകാം, സ്ഥാനമാനങ്ങൾക്കുള്ള ആ വ്യഗ്രതയാകാം. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അത് വളർത്തിയെടുക്കാൻ, ആ വിഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കും. അപ്പോൾ ദൈവപ്രമാണങ്ങളല്ല നമ്മൾ അവിടെയും പാലിക്കുക. അപ്പോൾ പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ നിലവിലുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ്. അതിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് വളരുക. പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ ആ ഹിതം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകുക. അങ്ങനെ നമ്മൾ സ്വയം
വളരുക, നമ്മിൽ കൂടി സഭയും വളരുക. ഇതാണ് കൈത്താക്കാൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മെ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും